ആരാധകർ കാത്തിരുന്ന വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടം അത് നാളെയാണ്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്നലെ ഇന്ത്യ ഇംഗ്ലണ്ട് ടീമിനെ പഞ്ഞിക്കിട്ട് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ത്യ ഇപ്പോൾ ശക്തരാണ്. അതുകൊണ്ട് നാളെ ഇന്ത്യ കളി ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയുടെ ബൗളിംഗ് സ്ട്രോങ് ആണെങ്കിലും ബാറ്റിംഗ് അത്ര സുഖകരമല്ല. ചില താരങ്ങൾ എപ്പോഴും ഫ്ലോപ്പാണ്. ഇപ്പോഴത്തെ നാളത്തെ ഫൈനൽ മാച്ചിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വിന്നിംഗ് ടീമിനെ രോഹിത് ശർമ്മ മാറ്റാറില്ല. കഴിഞ്ഞ വർഷം ഫൈനലിൽ വരെ വിന്നിംഗ് ടീമിനെ മാറ്റാതെ കളിച്ചു. പക്ഷേ ഫൈനലിൽ ഇന്ത്യ തോറ്റു. അതുകൊണ്ട് ഇപ്രാവശ്യം ആ റിസ്ക് എടുക്കാൻ രോഹിത് ശർമ്മ തയ്യാറാകില്ല. ഫൈനലിൽ മാറ്റം വരുമെന്നത് ഉറപ്പാണ്. ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഓപ്പണിംഗ് ആണ്. കോഹ്ലി ഫ്ലോപ്പ് ആവുകയാണ്. ഒരു മാച്ചിൽ പോലും നന്നായിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഓപ്പണിംഗിൽ മാറ്റം വരാം. ഒന്നെങ്കിൽ കോഹ്ലിയെ വൺ ഡൗൺ ഇറക്കും. ഇങ്ങനെ വരുമ്പോൾ ജയ്സ്വാളും രോഹിത് ശർമ്മയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ കോഹ്ലിക്ക് റെസ്റ്റ് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ശിവൻ ദുബെയാണ്. ദുബെ ഓരോ മാച്ചിലും ഫ്ലോപ്പ് ആവുകയാണ്. അതുകൊണ്ട് ദുബെയ്ക്ക് പകരം സഞ്ജുവിനെ ഇറക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ദുബെ ആണെങ്കിൽ ബൗളും ചെയ്യുന്നില്ല, ബാറ്റിംഗിൽ ഫ്ലോപ്പാണ്. ഇന്ത്യൻ ടീമിന് ഒരു തലവേദനയാണ് ശിവൻ ദുബെ. ദുബെയ്ക്ക് പകരം സഞ്ജു വന്നാൽ ഇന്ത്യൻ ടീം കുറച്ചും കൂടി സ്ട്രോങ് ആകും. അതുകൊണ്ട് ഈ രണ്ട് മാറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു മാറ്റം ഫൈനലിൽ വരാൻ സാധ്യതയുണ്ട്. ആഫ്രിക്കയാണെങ്കിൽ മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. അഫ്ഗാൻ ടീം പെട്ടെന്ന് തന്നെ ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയെ നിസ്സാരക്കാരായി കാണാൻ സാധിക്കില്ല. വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ നാളത്തെ മാച്ചിൽ ഇന്ത്യക്ക് പണി കിട്ടും. ഇനി ഫൈനലിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, കോഹ്ലി അല്ലെങ്കിൽ ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്. അപ്പോൾ നാളത്തെ ഫൈനലിൽ ഇന്ത്യ ജയിക്കുമോ സൗത്ത് ആഫ്രിക്ക ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.